तोड़ेगा नटंग से। തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. എവിടെ വരണമെന്ന് പറയടാ. झगड़ा कर देता हूँ। ഇപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത്. അനുരഞ്ജനത്തിന് വിളിച്ച് ഞാൻ വിട്ടിയായി. ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല, വേണ്ട. പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട്. സർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേല ഇരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. പോലീസിനെ കൊണ്ട് തന്നെ ഞാൻ സമരക്കാരെ अच्छा पुलिस के पास चला गया। സമരം സമാധാനപരമാണ് സർ. കോർട്ട് ഓർഡർ ഉണ്ട്. ബസ് എടുക്കണം. സമരക്കാരോട് മാറാൻ പറ. ഓ അത് ശരി. മാറാൻ പറയുന്നു. धना करने लगे पुलिस उनके। तभी हटेंगे। तू उसको तो लेके भागा ऊपर से वहाँ कैसा ड्रामा कर रहा है, मुझे पीटा। अबे इंस्पेक्टर खड़ा हो गया। अब ये आ गया। परेशानी है। സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടൂ. സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല. अबे उसका हाथ पकड़ रहा है। അന്ത പിടിച്ചിരിക്കുമ്പോഴാ ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ ഒന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. उसके दिमाग पे गर्म हो गया। अबे വണ്ടി എടുക്കോ. गाड़ी चल गया। वो कुछ कर क्यों नहीं रहा है, एक्शन क्यों ले रहा हो फिर? पता नहीं वैसे भी आरसी बुक तो उसके पास है नहीं, उसने तो गिरी रखी हुई बस। ഞാൻ പറഞ്ഞിട്ടില്ലേടാ ബസ് ഇവിടുന്ന് മാറ്റിയിടണം. ഇവിടെ ഇയാള് बस में एक सोता है। പോയെ. अबे इसको पता नहीं क्या प्रॉब्लम है इस आदमी को। ചേട്ടാ ഒന്ന് പോയേ. ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. എന്തായി എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ ഇന്ന് എനിക്കൊന്ന് ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാക്കാവാനേ ഉള്ളൂ. കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം, രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഒരു കുരിശുകള്. कैसे उठाएगा उसे? ഒന്ന് പിടിക്കണോ? 5-6 ആഴ്ച പിടിക്കാനുണ്ടല്ലോ. अच्छा इसकी बहन भी है। हाँ इसकी बहन भी है। തന്നെത്താൻ തലയൊട്ടി വീണു. അപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളെ വേദനിപ്പിക്കാനാ? ഏയ് അങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അച്ഛനല്ലേ. ये परेशान हमने ഒന്ന് पापा से। പിടിച്ചകത്ത് ചേർത്ത്. इस लड़की की माँ नहीं शायद ना। ഇരിക്കാൻ പറയാനേ പറ്റൂ. ഞങ്ങളുടെ വിധി ഇതായിപ്പോയി. ഒന്നും സാരമില്ല, ചിലരുടെ സ്വഭാവമാണല്ലോ. നാളെ ആവട്ടെ. അതോർത്ത് കരയും. ഹേ അതൊക്കെ എന്നും എനിക്ക് വാക്ക് തരും ഇനി കുടിക്കില്ലെന്ന്. പക്ഷേ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയും. ഞങ്ങളുടെ ജീവിതം അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എന്നെ പഠിപ്പിച്ചു. വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു. എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വീട്ടാൻ इसकी बहन मर गई थी। ആദ്യം കേട്ടത് ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞുള്ളൂ. सुसाइड किया था इसकी बहन ने। കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും. അച്ഛന്റെ കുറ്റം കൊണ്ടാണ്
ചേച്ചി മരിച്ചതെന്ന്. अब क्या हो गया? अबे बहन, उन्होंने हमला कर दिया। हमसे तो गुंडे भेजे देखो। बहन करी। अब पुलिस कंप्लेंट करानी चाहिए ना कि गुंडे आए, गुंडे भेजे उन्होंने। पुलिस कंप्लेन तो कराएगा पर नुकसान कर देना उसका। पहले लोन में चल रहा है बैंक। पे तीन लोग हैं ना ये। पे चार है सर। काफी सारे अर्थ होते। ओ यही था वो। ये ये बहुत रहा है। इसकी दुनाई कर दी ढंग से। हमसे अब जैक निकालेगा वो। जैक से करेगा दुनाई। हाँ ओ बे तोड़ेगा ढंग से। ओ बे उनके पास भी हथियार। ओ बे इसको पीटा क्यों है? कितना नुकसान कर दिया उन्होंने। अब क्या करे? पुलिस कंप्लेन करेगा शायद। ड्राइवर अब लोग क्या देख रहे हैं ऐसे? पैसेंजर है शायद ये ना। इससे पैसेंजर होंगे। ड्राइवर ठीक है, भले ये थोड़ा वैसे चलाता गाड़ी गंदे तरीके से, पर ये कि ठीक आदमी ये ठीक था, ईमानदार था। मतलब चल में जो दिखा रखा था उससे थोड़ा अलग है स्टोरी फिर। ना ऐसे ही है, उसमें ड्राइवर ठीक रहता है, वही रहता है कंडक्टर उसमें। अच्छा സമരം നടന്നു, സമരക്കാരെ തല്ലി, ബസ് തല്ലി തകർത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോവാ വേണ്ടത്? പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം എന്താ? ശരിയാ, നിങ്ങൾക്ക് അതിന്റെ വിവരക്കൊടൊന്നും ആരും ഇവിടെ പറയേം വേണ്ട. പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്നത് കേട്ടാല് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ല, ഡയനേഴ്സ് കാർഡില്ല. ഇത് നടത്തിയിട്ടില്ല. 3-4 ആൾക്ക് പണി കിട്ടുന്ന ഒരു ചെറിയ ഏർപ്പാട്. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പ്രഭാകർ സംസാരിക്കരുത്. കട്ടവൻ സാറിനോട് ഒന്ന് പറഞ്ഞോ, അവൻ കട്ടെന്ന്. വാചക കസർത്തൊന്നും വേണ്ട, ഒക്കെ എനിക്കറിയാം. ഇവിടെ താനൊരു തൊഴിലാളി നേതാവ് ഭാഷയിലല്ല സാറിപ്പോ സംസാരിക്കുന്നത്. ഞാൻ ബസ്സിൽ പൊളിച്ചെന്നു. സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ച് കാണിക്കാനും അങ്ങനെ इसने तो अपनी बाइक बस है। പൊന്നീച്ച പറപ്പിച്ചില്ലേ, ആ പാടല്ലേടോ തന്റെ മുഖത്ത് കരിവാളിച്ച് കിടക്കുന്നത്. ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ ഗൾഫിൽ നിന്ന് നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. എടോ മുരളീധരൻ, ഇല്ല സാർ, പിന്നെ ഒരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും. ഒരു ബസ് ഓടിക്കാൻ അറിയാം? താൻ ഒരു ദിവസം ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്കൊരു ബസ് കഴിയാൻ അറിയണോ? ഇവന്റെ ധിക്കാരം കേൾപ്പിക്കാനായിരിക്കും ഞങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് करना था इसको है। മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാൾ എറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീ അല്ലടാ ആറ്റും തൊല്ലിട്ട ചെന്നായി. എല്ലാം തൃപ്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയ അവൻ ബൂർഷ്വാ.
ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങി അവനും ബൂർഷ വരം ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാണ് തനിക്കല്ല ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും उसी को कॉल करने को किया। उसके साथ ही झगड़ा करने लगे। ഇവർ ജയിക്കട്ടെ സാർ, എപ്പോഴും എപ്പോഴും ഇവർ ജയിക്കട്ടെ. पुलिस कंप्लेन करनी चाहिए थी इसे। बस का वैसे ही हाल है। हाँ, पुलिस ने पता नहीं क्यों नहीं की उसने कंप्लेन। अब कौन आ गया? वही यार का इंस्पेक्टर। ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ബസ് കണ്ടില്ലേ, നല്ല കണ്ടീഷൻ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട്. ഇനി സാറിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതുകൂടെ. മുരളി, മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ജോലി പ്രവേശിച്ചിട്ട് അധിക നാള എന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? അയ്യോ, ഒരു സഹായം വേണ്ട സാർ, ഇപ്പൊ തന്നെ ധാരാളമായി. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം. ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട്. ആദ്യം മാമ പായസം. उसका अंकल फिर आ गया। ആരാ ഇത്? ബസ് മുതലാളിയോ? ആ, അമ്മാവനെപ്പോ വന്നു? വരില്ല എന്ന് കരുതിയതാ. उसे टोकनी दे बस। മിസിലടിച്ചത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്റെ മനസ്സൊന്നും ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലല്ലോ. ശപിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്ത അമ്മാവ? വിശദീകരിക്കാനൊന്നും ഞാനില്ല. നിന്റെ ബസ് തല്ലിപ്പൊളിച്ചെന്നോ സമരം ചെയ്തെന്നോ എന്തൊക്കെയോ കേട്ട. ആ മുരളിയോ? എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു. ഞങ്ങളുടെ നേരെ തിരിവുന്ന ഞങ്ങളുടെ പേടി. ഹോട്ടലിൽ അതിന്റെ സൂചന കിട്ടി തുടങ്ങി. അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു. അതിനവര് ബസ് തല്ലി പൊളിച്ചു. ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 10-30,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അതിന്റെ सब कुछ रुपए लगा दीजिए। വലിയേട്ടനോ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കമ്മാവാ. എത്ര ധൃതിയുണ്ട്. അമ്മാവ, ഞാൻ കടം എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം. ആ അപ്പൊ കുമാര, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, കടയിലെ ആളില്ല. വലിയേട്ടാ, इस वक्त कितनी मदद की थी इसने। इसका बिजनेस तो इसने शुरू किया और अब वो इसकी मदद कर ही नहीं रहे। पहले से बहुत मतलब Best പരിപാടി. ഞാൻ ചോദിച്ചത് കുറച്ച് രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സത്യം പറയാലോ, നിന്നെ സഹായിക്കണമെന്നുണ്ട്. कैसे बोल रहा? ാണ് ഞാൻ. അവരുടെ കാര്യത്തിനായി എന്തെങ്കിലും കരുതി വെക്കണ്ടേ? मना कर रहा है। ആ കടയിൽ ഊണ്ട തിരക്കായിരിക്കും. അപ്പൊ ഞാൻ പോണു കേട്ടോ. पहले यही तो कर रहा था इनकी मदद। അതിപ്പോ സണ്ണി ലൂക്കോസ് ഇതിൽ ബോംബെയിലാ. സ്കൂൾ മാച്ച് അവൻ ചെയ്തിട്ട് എപ്പോഴാ നമുക്ക് വരികയെന്ന് അറിയില്ല. ജോണി പാറക്കാടിന്റെ മദറിന് അസുഖമായിട്ട് വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് अपने അന്ന് തരക്കേടില്ലായിരുന്നു. बहुत चालक है। शुरुआत में कैसे करते थे सब है? എന്തൊക്കെ പോവാ. ഈ ആഫീസർമാർക്കാണെങ്കിൽ ഞാൻ ചെല്ലാതെ ഒരു തൃപ്തി വരണ്ടേ? അതുകൊണ്ടാ. बाकी दोनों അങ്കിൾ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അങ്കിൾ ഓണം കഴിക്കാതെ പോവാ? ഇത്രയും നേരം എവിടെ ആയിരുന്നു? രണ്ടെണ്ണം കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണോടി? നീ മോളെ കൊണ്ട് നടന്നോ? വീട്ടിൽ പോടി. फिर हंगामा करने लगे। ഒരു വിചാരമുണ്ടോ? എനിക്ക് ഒന്നിനെ പറ്റി ഒരു വിചാരവും ഇല്ലടി. അരി സാധനങ്ങൾ ഇനി കടം തരില്ലെന്ന് ആ പീഡിയക്കാരൻ പറഞ്ഞു. എനിക്കും ഇനി ചാരായം കടം തരില്ല എന്ന് ബസ് എന്നോടും പോയിട്ട്. പറഞ്ഞു ഷാപ്പുകാരൻ. എന്ത് പറഞ്ഞാലും തലേ എടുത്തൂത്തില്ല. വേണ്ട, സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? इसे खाना नहीं खाया शायद ना? खाए क्या वैसे खाना?
इसे घर तुम जाएगा अब खाना खाने? खाना तो खाया शायद उसने। ടൈലറില്ലേ? പിന്നെ ബസ്സില് ആരെങ്കിലും കിടക്ക? അത് ഒന്നും തീരുമാനിച്ചില്ല. ഒത്തിരി പണിയെടുപ്പിക്കാനുണ്ട്. ടയർ മുഴുവൻ പോയല്ലോ. പിന്നെ ബോഡി ഇപ്പൊ ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ. ഇവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. ടൗണിൽ വരെ പോകാനും വയ്യ. വിഷമമില്ല മതി. അതുകൊണ്ടാ വേഗം ഇങ്ങോട്ട് പോകുന്നത്. അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട്. खाना लाएगा? अच्छा बना दे खाना. दूरे दूरे सागरम, दूरे दूरे सागरम तेरी ओ. तोड़ अपने कपड़े. दूरे दूरे सागरम तेरी ओ. बस पे ही है. दूरे दूरे सागरम तेरी ताने तेलिഞ്ഞരാവും ഈരനാ നീ സാഗരം തേടി പോക്കുവേ പൊന്നാളം. ആരേതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു. നിനക്കും അതാ നല്ലത് ഹംസേ. वैसे वो कर रहा था इसकी मदद नहीं, वो इंस्पेक्टर उससे ഞാൻ कर ले ഓഫീസിലേക്ക് लेते വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സമയം കിട്ടി इससे दोस्तों ताकि इसके പണമാകാൻ फायदे വരാൻ के സമയം लिए ഉണ്ടായിരുന്നല്ലോ. पर उन्होंने की नहीं. अब ये भी आ गया देखो. ഇതിന്റെ വഴിയിലേക്ക് നീങ്ങാം. വാ നമുക്ക് പോവാം. സർ എന്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഈടാക്കിയേ പറ്റൂ. इनको भी चाहिए रुपए भयंकर. वही ना बस भी तो गिरवी रखी उसने. അല്ല അവരുടെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാലഞ്ച് ദിവസം अब आ गया ये आदमी. इसके पास सारे पार्ट्स मिल जाते हैं ना. ये कर देगा शायद इसकी हेल्प. हाँ ये कर सकता है. എന്നോട് സഹകരിച്ചില്ല. ഇപ്പൊ ഓട്ടം നിലച്ചു. ഇനിയെങ്കിലും സഹകരിച്ചൂടെ? അല്ല അവര് ശവത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ. ഓണയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകന ये तो उसके पार्ट लेना चाहता उसके बस के. अच्छा എന്റെ തന്നെ ഒരു പുനർജന്മമാണ് കുട്ടി. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അറിയാമോ, ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നിങ്ങൾ ചെറുപ്പമാണ്. എന്നെ പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൊണ്ട് നടക്കുന്നത് അത്ര ശരി. കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ച പിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം. बिजनेस क्या करेगा अभी ये फिर? കാലത്തിന്റെ എല്ലാവിധ വെല്ലുവിളികളെയും अब ये कर रहा क्या करने जा रहा है ये? തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ് ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഉയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിൽ
കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന് ശത്രുവാണ് സുഹൃത്തുക്കളെ. ഈ സാഹചര്യം ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞു കിടന്നു വന്നേക്കാം. फैक्ट्री बंद करवाना चाह रहे हैं किसी की फैक्ट्री बंद करवाने जा रहे हैं. നേതാവല്ല, സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നവനുമല്ല. 100 കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു. എത്ര പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു. ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? തൊഴിലാളിക്ക് വേണ്ടി പ്രസംഗിച്ചടക്കൽ ഇവിടെ 1000 പേരുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? തൊഴിൽ സമരങ്ങളുടെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലല്ല എന്റെ ജോലി. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഒരു സമരം ഉണ്ടായെന്നു അകത്തൊരു സാധനമാണ്. ആയിക്കോട്ടെ, ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. സാർ, സത്യം പറയാം, MLA പ്രത്യേകം വിളിച്ച് പറഞ്ഞിരിക്കുക. ഓഹോ, ഒരു പാവത്തിനെ ദ്രോഹിക്കാൻ MLA മാരൻ രംഗത്ത്. अब डर गया हो. സാർ, ആ മുരളീധരനെ വിളിച്ചുകൊണ്ടുവരൂ. अब छोड़ देंगे उसे. എന്റെ കസേരയ്ക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും അടിയറ വെച്ചിട്ടില്ല. ഇല്ല സാർ, ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും. ബസ് ഫൈനാൻസിയേഴ്സ് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ താൻ എന്ത് ചെയ്യാനാ ഭാവം? ചില തീരുമാനം. क्या करेंगे? ഞാൻ വീട്ടിൽ വിടാം. ഏത് വീട് സാർ? घर भी नहीं है. उसके पास ही था. ഇതിലേറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ പോലീസും ബഹളവും. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ലോ. അല്ല, ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ബസ് ഇറക്കുന്നില്ലേ? രൂപ കുറച്ചൊന്നും പോരാ. 1-2 ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ? കാര്യമായിട്ട് പറയാ. ബസ് ഓടി തുടങ്ങിയ इसके नाम जमीन करेगी इसके पापा ने. वो ये बेच के इसकी मदद करना चाहती है. സ്ഥിരാവും. പിന്നെന്താ? കഴിഞ്ഞതെല്ലാം നല്ലതിന്. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. रोने लग गया. 7 കൊല്ലം ഞാൻ അവർക്ക് എഴുതിയിരുന്നു, ഒരു വിസ ഒപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. अब फिर से आएगा सर्वे. ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും. വലിയൊരു നേട്ടം ഉണ്ടായല്ലോ രമ. दुबई जा रहा है वो. फिर से जा रहा है वो. ബസ് വരുന്നുണ്ട്. वेलकम. तो यहाँ पर ये फिल्म खत्म होती है. वारा विल्पू अच्छी फिल्म थी. मतलब फिल्म बिल्कुल ऐसी है जो कि बिल्कुल नेचुरल सी है. एक लाइफ दिखा रखी है मुरलीधरन की. हाँ, मतलब यही कि जैसे किसी की रियल लाइफ में होता है तो उसी तरह से दिखा रखा है. और मूवी की जो एंडिंग थी वो भी वैसी ही थी. ऐसा कुछ नहीं था कि जो कि मतलब हैप्पी एंडिंग जैसे होती है ना फिल्म की, वैसा कुछ नहीं था.
मतलब ऐसा लगा जैसे रियल लाइफ दिखा रही है वो। हाँ मतलब जैसे रियल में हो रहा हो सब कुछ किसी आदमी के साथ। नहीं, मुझे लगा था लास्ट में कि वो शायद अपनी ज़मीन बेच देगी और उसकी बस ठीक हो जाएगी, फिर वो दोबारा से चलने लग जाएगी, लेकिन ऐसा कुछ नहीं हुआ। हाँ उसने नहीं लिया, उसने नहीं, मतलब उसने नहीं चाहा कि ये अपनी ज़मीन बेचे। बस हेल्प करने के लिए और भी तैयार थे, है ना। हाँ पर इंस्पेक्टर भी तैयार था, लेकिन नहीं दी हेल्प किसी की। हाँ तो पहले उस ब्रेक इंस्पेक्टर ने मतलब उसकी हेल्प करनी चाहिए, पर उस वक्त उसे मतलब यकीन था कि उसके भाई तो करेंगे उसकी हेल्प, क्योंकि जितनी हेल्प उसने अपने भाइयों की थी जब वो गल्फ में था, उसे लगा था कि ये भी करेंगे मेरी मदद, पर जब उसे मदद की ज़रूरत हुई तो उसके भाइयों ने की नहीं उसकी हेल्प। तो जो एंडिंग थी फिल्म की वो वैसे नहीं थी जैसे ज़्यादातर फिल्मों में हम देखते हैं ना कि सब कुछ ठीक हो जाता है, वैसे नहीं था। तो सब कुछ बिल्कुल ऐसा था कि जो बिल्कुल नेचुरल सा लग रहा था, और जैसे हम किसी की रियल लाइफ ही देख रहे हो इस तरह से बना रही थी फिल्म। और इसका रीमेक है शायद वो जो हमने चला चल देखी थी ना, मतलब काफ़ी साल पहले देखी थी हमने वो, जब उस टाइम आई थी वो गोविंदा और राजपाल यादव थे उसमें। तो उस फिल्म में भी ऐसा ही कुछ होता है, शायद कुछ चीज़ें उसमें चेंज की गई हैं, पर जो बेसिक स्टोरी थी वो ऐसी ही थी उस फिल्म की भी। और शायद इसी का रीमेक थी वो फिल्म। तो इसमें तो दोनों साथ में रहते ना वो, मतलब गोविंदा और राजपाल यादव। फिर उसमें बस कंडक्टर और ड्राइवर दो अलग रहते हैं, वो यूनियन के रहते हैं। फिर ऐसे कुछ होता है, फिर वो दोनों चले आते हैं, फिर वो दोनों खुद ही उस बस को चलाते हैं। नहीं कुछ चीज़ें डिफरेंट थी उनकी भी। ये चीज़ें डिफरेंट थी। इसमें एक बस कंडक्टर बन जाता है मुरलीधरन। नहीं मतलब वैसे स्टोरी तो लगभग वही थी, बस कुछ चीज़ें बदली हुई थी उन्होंने ना उसमें रीमेक में। बाकी उसमें तो यही सब होता है, वो बस चलाता है, यही सारी प्रॉब्लम्स आती है उसे, उसके बिजनेस में भी, और उसके पैसे लेके भाग जाता है उसमें भी वो। और फिर उसी पे वो इल्ज़ाम लगा देता है कि इसने मुझे पीटा, फिर वही सब होता है। फिर लास्ट में उसकी बस भी तोड़ देते हैं वो, जैसे इसमें तोड़ी थी। तो इसी फिल्म की रीमेक थी शायद ना वो। तो मतलब अच्छी फिल्म है, और जिस तरह से इसमें दिखा रखा है तो सब कुछ बिल्कुल नेचुरल सा है। लेकिन उसमें ज़्यादा कॉमेडी है चल चला जल में ना, उसमें थोड़ा ज़्यादा कॉमेडी है। इसमें भी थोड़ा बहुत है कॉमेडी, इसमें भी है, पर इसमें उतनी ज़्यादा नहीं है। और इसमें मतलब वैसा था ना, बिल्कुल सीरियस तरह से दिखा रहे थे चीज़ों को, जैसे किसी की लाइफ को दिखा रहे हैं। इस तरह से दिखाया जा रहा था। श्रीनिवासन की थी थोड़ा सा कॉमेडी, बाकी तो हाँ जब वो आ रहे थे तब थोड़ा फनी सा लग रहा था सीन देखने में ना। वाला सीन था जब बस ले आता हूँ तेज तो नहीं वो जब उससे तो जब सामने खड़ा था रोकने के लिए वो रोकता नहीं उसको, तो कूदता साइड में, तो नहीं कहता यू आर अ मर्डरर, तुम मुझे मारना चाहते थे। और फिर बाद में जब सीधा झगड़ा हो जाता दोनों का, फिर वो उसे सीधा खेत में फेंक देता है। तो वो सीन भी फनी था काफी। वहाँ मुझे समझ में आया कि उसने एक्शन क्यों नहीं लिया। नहीं हाँ एक्शन, हाँ उसने क्योंकि आर्ट्स ही तो उसके पास थी नहीं है, शायद इस वजह से नहीं ले पाया वो कोई भी एक्शन ना, क्योंकि वो आर्ट्स ही जब्त कर लेते ना। अब आर्ट्स ही तो उसके पास थी नहीं, पर क्या करता हो, इसलिए किया वो उसने, शायद इसलिए किया होगा। बाकी जो इनोसेंट है इसमें उन्होंने ड्राइवर का इसमें रोल निभाया। उनका रोल भी ऐसे था मतलब ठीक था, उनका रोल भी लग रहे थे यार ड्राइवर ही होंगे। हर फिल्म में कमाल की एक्टिंग करते मोहनलाल के साथ। और वल्सन जो थे उनका रोल जिस तरह का था, तो वो उन्होंने भी काफ़ी अच्छी एक्टिंग की। और मोहनलाल का उनका मतलब उनकी एक्टिंग तो बहुत ही मतलब अच्छी थी इसमें ना, ज़बरदस्त थी। और
मतलब काफ़ी मज़ा आया उन्हें इस तरह के रोल में देखने में। रेवती उस फिल्म में थी ना ये, क्या नाम था उसका, देवासुरम में, हाँ उसमें भी थी, मोहनलाल के हाँ। साथ। हाँ, इनकी एक्टिंग भी काफ़ी अच्छी रहती है और इस फिल्म में भी मतलब अच्छी थी इनकी एक्टिंग। मैं ज़्यादातर मोहनलाल के साथ जो एक्ट्रेस ने काम किया वही है ना शायद, शोभाना ने काफ़ी फिल्में की मोहनलाल के साथ। पता नहीं, पर हाँ मतलब काफ़ी फिल्में देख ली हमने जिसमें शोभाना है उनके साथ, और रेवती भी हमने उस वाली फिल्म में देखा था, वही देवासुरम में था। ज़्यादातर दिखती है ना शोभाना। बाकी फिल्म को डायरेक्ट किया है किसी और ने ना शायद, हाँ किसी और ने किया डायरेक्ट, और लिखा श्रीनिवासन ने। ज़्यादा डायरेक्शन भी श्रीनिवासन का रहता है, लिखा भी श्रीनिवासन ने रहता है, लेकिन इसमें डायरेक्टर कोई और है। बाकी सत्यन अंतिकत ने लिखा इस फिल्म को। सत्यन अंतिकत वही है शायद, लिखा नहीं ना, डायरेक्ट किया उन्होंने। हाँ डायरेक्ट, हाँ सत्यन अंतिकत, इनकी हमने कोई और फिल्म भी देखी शायद। हाँ ये बहुत सारी फिल्में हैं इनकी सत्यन अंतिकत की। नहीं मैं कह रहा हूँ हमने देखी भी है ना कुछ फिल्में शायद इनकी। तो मतलब उनका डायरेक्शन भी अच्छा था। मतलब कमाल की एक्टर है इसमें सभी, हाँ। इस फिल्म को खास बनाते हैं। मतलब एक्टिंग भी अच्छी इसमें, बाकी स्टोरी भले नॉर्मल सी है पर ये है कि मज़ा आता है फिल्म को देखने में। जिस तरह की प्रॉब्लम्स उसकी लाइफ में आती है इतनी सारी, उसकी बस टूट जाती है फिर भी बस में सोता है वो, मतलब उसके भाई मदद नहीं करते, जब शुरुआत में कैसे इंतजार करते रहते हैं उसका है। हाँ बहुत मतलबी थे वो सब के सब। मतलब जब तक वो उन्हें पैसे दे रहा था तब तक तो वो खुश थे, पर जैसे ही उसने पैसे देने बंद किए वो सब उसके दुश्मन हो गए। उस वक्त नहीं जब उसने उनसे मदद मांगी अपने भाइयों से, उन्होंने नहीं की मदद। और फिर उसी दिन उसका बर्थडे भी था उसी के भतीजे का। तो वो कह रहा था कि क्या आप खाना नहीं खा रहे हैं, तो उन्होंने मतलब ये भी नहीं बोला उसे कि आज बर्थडे है और खाना खाओ, बर्थडे में मतलब बर्थडे में शामिल हो, ऐसे कुछ उन्होंने बोला ही नहीं उसके भाइयों ने। तो मतलब ऐसे दिखा रही है, रियल लाइफ जैसे दिखा रही है। मतलब अब रियल लाइफ में ऐसे भी नहीं बोल सकते कि रियल लाइफ में ऐसा ही हो, मतलब लग रहा ये था कि हाँ बिल्कुल नेचुरल सा लग रहा है। मोली की लाइफ दिखा रही है। तो मतलब काफी मतलब भी थे ना उसके भाई, जबकि उन्हें तो मदद करनी चाहिए थी उसकी, क्योंकि एक तो उनका भाई था वो, ऊपर से उसने भी उनकी मदद की थी, क्योंकि उन्हीं की मतलब मुरली की वजह से ही उन्होंने अपना बिजनेस शुरू कर पाया था। हाँ उसका होटल का बिजनेस चल तो रहा था, मतलब मुरली के पैसों से ही उन्होंने अपना बिजनेस शुरू किया था दोनों ने। और फिर जब उसको पैसों की जरूरत हुई तो उन्होंने की नहीं मदद। तो मतलब फिल्म इंटरेस्टिंग है, और जैसे फिल्म आगे बढ़ती है तो नई नई चीज़ें देखने को मिलती है और मज़ा आता है फिल्म को देखने में। भले ही मूवी की एंडिंग बिल्कुल नॉर्मल सी होती है, पर ये है कि मतलब ऐसा लगता है हमें कि जैसे हमने कोई रियल लाइफ वाली फिल्म देखी हो, ऐसा लगता है फिल्म को देख के। बाकी ओवरऑल फिल्म अच्छी है। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक्स सो मच। थैंक्स फॉर वॉचिंग।